ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ഫ്രാങ്ക്ലിൻ അച്ഛൻ ഇന്നലെ 11-ാം തീയതി വൈകുന്നേരം 6:30 മണിയോട് കൂടെ നമ്മളിൽ നിന്ന് വേർപിരിയുണ്ടായി. ഫ്രാങ്ക്ലിൻ അച്ഛൻ്റെ സ്വദേശം തുയ്യം ഇടവകയാണ്. കൊല്ലം രൂപതയിലെ കൊല്ലം ടൗണിലുള്ള ദേവാലയമായ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ അംഗമാണ്. അച്ഛൻ വളരെ കൊച്ചുനാൾ മുതലേ ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനോടൊപ്പവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടൊപ്പവും ദേവാലയ ശുശ്രൂഷയിലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴേ വൈദികരോടൊപ്പമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഫ്രാങ്ക്ലിൻ അച്ഛൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും വേളാങ്കണ്ണി മാതാ കുരിശടിയിലെ അൾത്താരയിലും തുയ്യം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ അൾത്താരയിലും ശുശ്രൂഷകനായി വളരെ ഭക്തിയോടെ വൈദികരോടൊപ്പം തിരുക്കർമ്മങ്ങൾ പങ്കുചേർന്നിരുന്നു. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വൈദികനാകാൻ ആഗ്രഹിച്ച് സെമിനറിയിൽ ചേരുക. 1984 എന്നോടൊപ്പം സെമിനറിയിൽ ചേരാൻ ആഗ്രഹിച്ചു ക്യാമ്പിൽ പങ്കെടുത്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. സെയിൻറ്റ് അലോഷ്യസ് സ്കൂളിൽ 1987 SSC പഠനം, അന്ന് SSLC അല്ല, ആ ഒരു വർഷം SSC ആയിരുന്നു, ഞങ്ങൾ പഠനം പൂർത്തിയാക്കി. അച്ഛൻ ഫാറ്റിമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. തുടർന്ന് BCom ചേരുകയും തൻ്റെ BCom പഠനം കഴിഞ്ഞിട്ടാണ് വീണ്ടും അദ്ദേഹം സെമിനറിയിൽ ചേരുക. തുടർന്ന് ആലുവ സെമിനറിയിൽ കർമ്മൽഗിരിയിൽ തൻ്റെ ഫിലോസഫി പഠനവും തിയോളജി പഠനവും പൂർത്തിയാക്കി 2004 അദ്ദേഹം വൈദികനായി. രൂപതയിലെ പല വലിയ ഇടവകകൾ ശുശ്രൂഷ ചെയ്തു. KCYMൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു. ഏറ്റവും അവസാനം പോർട്ട് കൊല്ലം ശുദ്ധീകരണ മാതാ ദേവാലയത്തിലെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് രാവിലെ മുതൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റു വൈദികരെ അന്വേഷിച്ചു, കിട്ടാഞ്ഞിട്ട് അദ്ദേഹം തന്നെ ബലിയർപ്പിച്ചു. തുടർന്ന് മേടയിൽ സ്വസ്ഥമായിട്ട് അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. വൈകുന്നേരം 6:30 മണിയോടെ അദ്ദേഹം ചൂടുവെള്ളം ആവശ്യപ്പെട്ടു. ചൂടുവെള്ളം കുടിച്ച് വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം റൂമിലേക്ക് പോയത്. കൈക്കാരൻ വന്ന് നോക്കിയപ്പോൾ അച്ഛനെ കാണുന്നില്ല. റൂമിലോട്ട് ചെന്നപ്പോൾ അവിടെ ഓർമ്മയില്ല കിടക്കുന്നതാണ് കണ്ടത്. അച്ഛനെ ഉടനെ തന്നെ ബെൻസീർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ മരണം അതിനുള്ളിൽ സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഈ വിവരങ്ങൾ അറിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടക്കവും മറ്റു തിരുക്കർമ്മങ്ങളുടെ കാര്യങ്ങളും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരുക്കർമ്മങ്ങൾ നടക്കുക, അടക്ക ശുശ്രൂഷകൾ നടക്കുക എന്നാണ് ബഹുമാനപ്പെട്ട വികാരി ജനറൽ ബൈജു ജൂലിയൻ അച്ഛൻ അറിയിച്ചിരിക്കുക. കൃത്യമായുള്ള സമയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. വ്യക്തിപരമായിട്ട് എനിക്ക് അച്ഛനുമായിട്ട് അടുപ്പമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചതിന് ശേഷം പിന്നെ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എങ്കിലും വൈദികനായതിനു ശേഷം ഞങ്ങൾ വളരെ കൂടുതൽ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുമായിരുന്നു. ഞങ്ങൾ ചിന്തകൾ പങ്കുവയ്ക്കുമായിരുന്നു. അച്ഛൻ വളരെ പ്രസംഗിക്കാനുള്ള നല്ല കഴിവുള്ള ഒരു വൈദികനായിരുന്നു. സെമിനറി കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, കാർമൽഗിരിയിൽ മത്സരങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പ്രസംഗത്തിനും മലയാളം പ്രസംഗങ്ങൾക്കൊക്കെ ഒന്നാം സമ്മാനം നേടുന്നത് ഫ്രാങ്ക്ലിൻ അച്ഛനായിരുന്നു. അവരുടെ ബാച്ചിലും ആ സമയത്ത് ഏറ്റവും കഴിവുള്ള ഒരു സെമിനറി വിദ്യാർത്ഥിയായിരുന്നു. കൂടാതെ കവിതകൾ ചൊല്ലാനായിട്ട് ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും വളരെ മനോഹരമായിട്ടാണ്. വ്യത്യസ്ത രാഗങ്ങളിലൊക്കെ അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല കാഠിന്യമുള്ള കടുത്ത സ്വരമാണ് അച്ഛനുള്ളത്. അപ്പോൾ ആ സ്വരം തന്നെ അച്ഛനത് പ്രയോജനപ്പെടുത്തുമായിരുന്നു. അത് പ്രസംഗിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. കൂടാതെ ഈ വൈദിക ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള ആളായിരുന്നു. കാരണം
വലിയച്ഛന്മാരായ ജോസഫ് എസ് ഫെർണാണ്ടസ് അച്ഛൻ, ഫിലിപ്പ് അച്ഛൻ അവരുടെ കൂടെയായിരുന്നു. അപ്പോൾ അച്ഛന്മാരെക്കുറിച്ച്, വൈദികരെക്കുറിച്ച് ഉള്ള ഒരു സ്വപ്നം വലുതായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്നത് റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് പറയുക. നമ്മൾ രാജകീയ പൗരോഹിത്യം അത് എൻജോയ് ചെയ്യുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമാവുക എന്നൊരു ആശയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം കാണുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേടയിലൊക്കെ പോകുമ്പോഴും ആ രീതിയിലാണ് നമ്മളെല്ലാവരെയും സൽക്കരിക്കുന്നതും ആഹാരം നമുക്കായിട്ട് അത് ഒരുക്കുന്നതും ഒക്കെ. ചിന്തകളിലും സംസാരങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കും. നമ്മൾ വൈദികർ ഏറ്റവും സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ മാതൃകയായിരിക്കണം, എപ്പോഴും നമ്മൾ ഉയർന്ന ഒരു ചിന്തയായിരിക്കണം, സന്തോഷമായിരിക്കണം. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്നാണ് പുള്ളി എപ്പോഴും പറയുന്നത്. അത് വൈബ്രൻറ്റ് സെലിബ്രേഷൻ എന്ന് എപ്പോഴും ആവർത്തിച്ച് ഫ്രാങ്ക്ലിൻ അച്ഛൻ പറയുമായിരുന്നു. എങ്കിലും ഇതൊരു വേർപാട് ഏറെ നഷ്ടമാണ്. കൊല്ലം രൂപതയ്ക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.